ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈസ്റ്റർ സ്പെഷ്യൽ ഒരു റെസിപ്പി ആയിട്ടാണ്. നമുക്കിന്ന് നല്ല രുചികരമായിട്ടുള്ള ചിക്കൻ ലിവർ റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഡ്രൈ റോസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല നാടൻ രീതിയിൽ വെളിച്ചെണ്ണയിലാണ് വരട്ടിയെടുക്കുന്നത്. അപ്പത്തിനും ചോറിനും പൊറോട്ടയ്ക്കും എന്തിൻ്റെ കൂടെ ആയിരുന്നാലും നല്ല കോമ്പിനേഷനാണ്. ഒട്ടും പൊടിഞ്ഞു പോകാതെ ആദ്യമായിട്ട് തയ്യാറാക്കി എടുക്കുന്നവർക്ക് പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണെന്ന്. ഞാനിവിടെ 500 ഗ്രാം ചിക്കൻ്റെ ലിവറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിന് മുന്നേ നല്ല വലിയ ലിവർ ആണെങ്കിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ കുറച്ച് വലുതാണ്, ഞാൻ രണ്ടായിട്ട് മുറിച്ചു കൊടുക്കുകയാണ്. അധികം ചെറുതായി പോകാനും പാടില്ല, വലുതായി പോകാനും പാടില്ല കേട്ടോ. നല്ലതായിട്ട് ചെറുതായി പോയാൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പൊടിഞ്ഞു പോവും. ലിവർ ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വെള്ള പോലെ കാണും, അതിങ്ങനെ കൈകൊണ്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ചെറുതാണെങ്കിൽ കട്ട് ചെയ്യണ്ട കേട്ടോ. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. കുറച്ച് നാരങ്ങ നീരുണ്ടെങ്കിൽ അതും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ ലിവർ റോസ്റ്റ് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാൻ എടുക്കുക. ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. എണ്ണ ചൂടായിട്ട് വരുമ്പോഴേക്ക് നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരണം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. തീ മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറി വരണം. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 2 or 3 പച്ചമുളകൊക്കെ ചേർക്കാം. ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്. ചെറിയ സവാളയാണെങ്കിൽ 2 എണ്ണം വരെ ചേർക്കാം കേട്ടോ. സവാള ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറമായി വരുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ നല്ല കളറും കാണും, എരിവ് കുറവായിരിക്കും. സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്തുക. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. തീ നന്നായിട്ട് കുറച്ചിടുക. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ കൂട്ടിയിട്ടാൽ പൊടികൾ വേഗം കരിഞ്ഞു പോവും. ഒന്നുകിൽ തീ ഓഫ് ചെയ്യുക. ഈ ചൂടിൽ തന്നെ പൊടികൾ നന്നായിട്ട് വറുത്തെടുക്കാൻ പറ്റും. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ലിവർ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. പതിയെ ഇളക്കണം. ലിവർ അല്ലെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോവും. 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കണം. ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെ എടുക്കും കരൾ വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തീ മീഡിയത്തിലാണ് വച്ചിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പുളിക്ക് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീരില്ലെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമ്മൾ അടച്ചു വയ്ക്കേണ്ട, തുറന്നു വച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇതൊന്ന് വറ്റിച്ചെടുക്കണം. 1 തണ്ട് കറിവേപ്പിലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5-6 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ എത്രത്തോളം വെളിച്ചെണ്ണ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുമോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എത്ര ഗ്രേവിയാണോ വേണ്ടത് അത് വെച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയും മതിയാവും. ഞാൻ തീ ഓഫ് ചെയ്യാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ലിവർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പത്തിനും ചോറിനും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.